ഒരു വേശ്യയായ പെണ്ണിന് സ്വർഗം കിട്ടിയ ഒരു ചരിത്രം പറയുന്നുണ്ട്. അല്ലെങ്കിലും വേശ്യയായ പെണ്ണിനൊക്കെ സ്വർഗം കിട്ടുമോ? വേശ്യ എന്ന് പറയുന്നത് വ്യഭിചാരം നടത്തുന്ന, അള്ളാന്റെ റസൂൽ 7 വൻകുറ്റങ്ങളിൽ എണ്ണിയിട്ടുള്ള ഒരു വൻ കുറ്റമാണ് വ്യഭിചാരം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കഥയിലേക്ക് പോകാം. ഒരു വേശ്യയായ പെണ്ണ് ഒരു കിണറിന് സമീപം നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അവളുടെ അടുത്തേക്കൊരു നായ ഓടി വരുന്നത്. നായക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നായ ആ കിണറിന് ചുറ്റുമുള്ള നനഞ്ഞ മണ്ണില്ലേ, അതിലിങ്ങനെ തപ്പി നോക്കുന്നുണ്ട്. തൻ്റെ കാലുകൊണ്ട് ആ മണ്ണ് നീക്കി നോക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടാൻ. നായക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇത് കണ്ട ആ വേശ്യപ്പെണ്ണിന് ആ നായയോട് ഒരു കരുണ തോന്നുകയാണ്. പാവം, നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ അവിടെയാണെങ്കിൽ ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഒന്ന് പുറത്തേക്കിറങ്ങിയാൽ പോലും ശരീരം വളരെ ചൂട് പിടിക്കുന്ന അതികഠിനമായ ചൂട്. എങ്ങനെ നായക്ക് വെള്ളം കൊടുക്കും? അവൾക്കാണെങ്കിൽ ആ നായയെ കണ്ടപ്പോൾ വളരെ സങ്കടവും തോന്നി. അവൾ ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ ഒരു ഐഡിയ തോന്നുകയാണ്. തൻ്റെ ചെരുപ്പെടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തിൽ കെട്ടി ആ പെണ്ണ് ആ കിണറിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ മറ്റു പാത്രങ്ങളൊന്നുമില്ല ആ നായക്ക് വെള്ളം കൊടുക്കാൻ. ആ പെണ്ണ് അവളുടെ തന്നെ ചെരുപ്പ് ശരീരത്തിൽ കെട്ടി കിണറിലേക്ക് ഇറങ്ങി തൻ്റെ ചെരുപ്പിനുള്ളിൽ കുറച്ച് വെള്ളമെടുത്ത് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് വിശന്ന് വലഞ്ഞ ആ നായക്ക് വെള്ളം കൊടുക്കുന്നു. നായ വെള്ളം കുടിച്ച് സന്തോഷത്തോടു കൂടി അവിടുന്ന് പോവുകയാണ്. ഈ ഒരൊറ്റ പുണ്യപ്രവൃത്തിയുടെ പേരിൽ അവൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം പുറത്തുകൊണ്ട് അവൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്. നോക്കൂ, മനുഷ്യൻ്റെ അവസ്ഥ നിമിഷ നേരങ്ങൾ കൊണ്ട് മാറി മറിയുമെന്നുള്ളതാണ്. നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യരുത്. അവൻ നല്ലവനാണെന്നോ ചീത്തവനാണെന്നോ, അവൻ നരകാവകാശിയാണെന്നോ സ്വർഗാവകാശിയാണെന്നോ പറയാനുള്ള അവകാശം ഒരു പടപ്പിനും പടച്ചും കൊടുത്തിട്ടില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ ഏതൊരാൾക്കും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. 500 വർഷം ഇബാദത്തെടുത്ത ഒരാൾ അദ്ദേഹത്തെ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് തീരുമാനിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് അദ്ദേഹം പറയുന്നുണ്ട്, റബ്ബേ, ഞാൻ നിനക്ക് വർഷങ്ങളോളം 500 വർഷങ്ങളോളം നിനക്ക് ഇബാദത്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഇബാദത്ത് കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോ എന്ന് പറയുമ്പോൾ അള്ളാഹു ആ സമയത്ത് നിന്റെ ഇബാദത്ത് മാത്രം പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് സ്വർഗമല്ല നരകത്തിലേക്ക് പോകാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ ആ സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന് പോലും സ്വർഗപ്രവേശനം സാധ്യമാകുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യൻ നന്നാവുന്നത് എപ്പോഴാണോ ചീത്തയാവുന്നത് എപ്പോഴാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഓരോ മനസ്സും അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതാ പടപ്പിനും പടച്ചോനും മാത്രം അറിയുന്ന കാര്യമാണ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നുണ്ട്. ഒരു ബുക്കിനെ അതിൻ്റെ പുറംചട്ട നോക്കി നമ്മൾ വിലയിരുത്തരുത് എന്ന് പറയുന്നത് പോലെ ഏതൊരു കാര്യത്തെയും നമ്മൾ കാണുന്ന പ്രത്യക്ഷ കാഴ്ചകൾ കൊണ്ട് ഒന്നും നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യരുത്. ഒരുപക്ഷെ നമ്മൾ സ്വർഗാവകാശി എന്ന് ധരിക്കുന്നവൻ നാളെ നരകത്തിലേക്കും, നമ്മൾ നരകാവകാശിയാണ്, അവൻ ചീത്തയാണ്, അവൻ വളരെ മോശക്കാരനാണെന്ന് പറയുന്നവൻ ഒരുപക്ഷെ സ്വർഗത്തിലേക്കും പോകും. അള്ളാഹുവിൻ്റെ തൗബയുടെ കവാടങ്ങൾ ഏത് സമയത്തും തുറന്നിട്ടിരിക്കുകയാണ്. പടച്ചോന്റെ മുന്നിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് ഒരടിമ പ്രാർത്ഥിച്ചാൽ റബ്ബ് കേൾക്കും. അത്രയ്ക്കും ഹൃദയ വിശാലതയുള്ള, അത്രയ്ക്കും വിശാല മനസ്സുള്ള ഒരു വലിയ ഒരു മഹാത്ഭുതമാണ് നമ്മുടെ പടച്ചോൻ എന്ന് പറയുന്നത്. പുറത്തു കൊടുക്കാൻ വേണ്ടി അടിമകളുടെ ദുആഇനെ അള്ളാഹു കേൾക്കാൻ വേണ്ടി വളരെ താല്പര്യം സൃഷ്ടിക്കുന്ന ഒരാൾ കൂടെയാണ് അള്ളാഹു എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളൊക്കെ പടച്ചോൻ പുറത്തു തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.